അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫഖദുദ്ദീൻ ബന്ദാവൂർ. ഹജ്ജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് രാവിലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നതാണ്. വീണ്ടും ഇത്തവണ ഒരിക്കൽ കൂടി ഹജ്ജ് വിശേഷം പറയാൻ കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. അറഫ സംഗമം അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് മഗ്രിബോട് കൂടിയിട്ട് ആ സംഗമം കഴിഞ്ഞ ആളുകൾ മുസ്ദലിഫയിലേക്ക് എത്തും. അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള ഒന്ന്, കനത്ത ചൂടിലും പടച്ച റബ്ബിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് കണ്ണീരോടെയാണ് വിശ്വാസികൾ അവിടെ മടങ്ങുന്നത്. കൂട്ടത്തിൽ 15 വർഷത്തോളം ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു ചർച്ചിലെ പള്ളിയിൽ അച്ഛനായിരുന്ന ഒരു മനുഷ്യൻ ആ ഹജ്ജിൽ ഞാൻ കണ്ടു. അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കാണാം. 15 വർഷത്തോളം ഒരു പള്ളിയിലെ ഇടവകയിൽ അച്ഛനായിരുന്നു, പുരോഹിതൻ ഒരു മനുഷ്യൻ. പടച്ച റബ്ബിനോടുള്ള ഹജ്ജിനോടുള്ള ഇഷ്ടം കാരണം ഇന്ന് അറഫ മൈതാനിയിൽ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്ന് അവിടുത്തെ ഒരു വലിയ മുസ്ലിമായിട്ട് മാറിയ അത്ഭുത കാഴ്ച കാണേണ്ട നമുക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അറഫയുടെ അത്ഭുതങ്ങൾ ഇൻഷാ അല്ലാഹ് പുതിയ ഹജ്ജ് വിശേഷ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാം നോട്ടം ജംറയിലാക്കിയിടും നേട്ടമുണ്ട് കിനാച്ചൂടും നിറമിഴി മധുപൊഴിയും അജ്മലു ഖൽഖിൻ നബി സവിധത്തിൽ നല്ല സലാം പറഞ്ഞിടാൻ അദബിലലിഞ്ഞ ജബുകളത്. ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളിലൊന്നായ അറഫ സംഗമം അവസാനിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് അറഫ മൈതാനിയിലേക്ക് ഒഴുകിയത്. ളുഹറും അസ്റും അവിടെ നിന്ന് ഒന്നിച്ച് നമസ്കരിച്ച ശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ ഖുർആൻ പാരായണവും പ്രാർത്ഥനയുമായി വൈകുന്നേരം വരെയാണ് വിശ്വാസികൾ അവിടെ കഴിഞ്ഞുകൂടിയത്. ഇന്നത്തെ അറഫ പ്രഭാഷണത്തിൽ ഡോക്ടർ യൂസുഫ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് എന്ന വളരെ വലിയ പണ്ഡിതനാണ് അറഫ പ്രഭാഷണം നടത്തിയത്. പ്രധാനമായിട്ടും ആ പ്രഭാഷണത്തിൽ പറഞ്ഞത് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഐക്യം, അൽ മുസ്ലിമു ലിൽ മുസ്ലിമിൽ ബുന്യാൻ, ഒരു കെട്ടിടം പോലെയാണ്. അതിലേതെങ്കിലും ഒരു ഇഷ്ടിക ഇടിഞ്ഞു വീണാൽ ആ കെട്ടിടത്തിന് ബലക്ഷയം സംഭവിക്കുന്നത് പോലെ നമുക്കൊരിക്കലും നമ്മളുടെ ഐക്യങ്ങൾ നഷ്ടപ്പെടരുത്. ആശയവ്യതിയാനങ്ങൾക്കിടയിലും മഹബത്ത് പരസ്പരം ഉണ്ടാകണമെന്നും ഈ മഹബത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണമെന്നും പ്രത്യേകം അറഫ പ്രസംഗത്തിൽ ഓർമ്മിപ്പിപ്പാടും ലഭിക്കുന്നൊരു നിമിഷമാണ്. പാപമോചനവും കാരുണ്യവും നരകമുക്തിയും തേടിയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും സൂര്യാസ്തമയം വരെ ഭക്തിയും ശാന്തതയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ അറഫ മൈതാനത്ത് കഴിഞ്ഞുകൂടുന്ന ഈ തീർത്ഥാടകരെ കാണുമ്പോൾ പടച്ച റബ്ബേ, മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം. രാത്രിയോടെയാണ് ഇവർ പിന്നീട് മുസ്ദലിഫയിലേക്ക് എത്തുന്നത്. ഇത്തരമൊരു നിമിഷത്തിന് വേണ്ടി കൊതിച്ച എത്ര പേരുണ്ട്. അൽ ഹജ്ജു അറഫ എന്നാണ് ഹബീബായ നബി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾ, 35,000 ബസ്സുകൾ, ട്രെയിനുകൾ, മെട്രോ ട്രെയിനുകൾ എല്ലാം ഏർപ്പെടുത്തിയിട്ടാണ് ഓരോ ഹാജിമാരെയും, സുഖമില്ലാത്ത ഹാജിമാരെ ഉൾപ്പെടെ പരിശുദ്ധ അറഫയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അടുത്ത ഞായറാഴ്ച ഈ ഇടവകയിലുള്ളവരെല്ലാം വെളുത്ത വസ്ത്രം ധരിച്ച് വരണേ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ആ പള്ളിയിലച്ഛനെ അത്രമാത്രം ആ ഇടവകയിലെ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരും അങ്ങനെ വെള്ള വസ്ത്രം ധരിച്ച് അദ്ദേഹത്തിന് അതേ പള്ളിയിൽ വെച്ച് പള്ളിയിലേക്ക് വന്നു. ആ ആളുകളുടെ മുന്നിൽ വെച്ച് ആ മനുഷ്യൻ കലിമത്തു ഷഹാദ ചൊല്ലി മുസ്ലിമായി എന്നുള്ളതാണ്. ആ മനുഷ്യനടക്കം വിമാനം കൊള്ളുന്നൊരു ദിവസമായിരിക്കുന്നു. ഇത്രയും മനുഷ്യരെ, ഈ കാണുന്ന ജനലക്ഷങ്ങളെ കാണുമ്പോൾ അള്ളാഹുവിന് കിട്ടുന്നൊരു അഭിമാനം. കാരണം അറഫ ദിനത്തിൽ അള്ളാഹു ഏറ്റവും താഴ്ന്ന ആകാശത്തിലേക്ക് ഇറങ്ങി വരുമത്രേ. എന്നിട്ട് ജനങ്ങളെ ചൂണ്ടി മലക്കുകളോട് പറയും, വിവിധ വഴികളിൽ നിന്ന് എൻ്റെ അനുഗ്രഹവും കാരുണ്യവും പ്രതീക്ഷിച്ചു വന്ന എൻ്റെ അടിമകളെ കണ്ടോ? മണൽത്തരികളുടെ എണ്ണത്തോളം ദോഷങ്ങളുണ്ടെങ്കിൽ പോലും എൻ്റെ അടിമകൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയും. ഇത് ഹദീസിൽ വന്നൊരു വാചകമാണ് ഞാൻ പറഞ്ഞത്. പിശാചി ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാകുന്ന ദിവസം. ഹബീബായ നബി പറയുന്നു, അറഫ ദിവസത്തേക്കാൾ പിശാച് നീചനും നിസാരനും നിന്ദ്യനുമാകുന്ന മറ്റൊരു ദിവസമുണ്ടാവില്ല. ഈയൊരു 5 രാവുകളെ ജീവിപ്പിച്ചവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചിരിക്കുന്നു എന്ന് ഹദീസിലുണ്ട്. ഒന്ന് ലൈലത്തു തർവിയ എന്ന ദുൽഹിജ്ജ 8 രാത്രി, മറ്റൊന്ന് ലൈലത്തുൽ അറഫ എന്ന ദുൽഹിജ്ജ 9 രാത്രി, മറ്റൊന്ന് ലൈലത്തുൽ നെഹർ എന്ന ബലി പെരുന്നാൾ, മറ്റൊന്ന് ലൈലത്തുൽ ഫിത്തർ എന്ന ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് ഷഅബാൻ 15 രാവ് എന്നിവയാണത്. ഈ ഒരു രാവുകളിലൊക്കെ നമ്മുടെ സന്തോഷങ്ങൾ ആത്മീയമായ രീതിയിലാവണം. അറഫ ദിനമെന്നുള്ളത് അള്ളാഹു ആദരിച്ച ദിനമാണ്. അറഫ ദിനമെന്ന് പറയുന്നത് അറഫയിലെ ആളുകൾ നിൽക്കുന്ന ദിനമല്ല, അത് ദുൽഹിജ്ജ 9 ദിനമാണ്. അത് എവിടെയാണോ ദുൽഹിജ്ജ 9 നാട്ടിലുള്ളത് അവിടെയാണ് അവരുടെ അറഫ. ആ ഒരു അറഫ എന്ന് പറയുന്നതിനെ വെറും അവിടെ അറഫയിൽ നിൽക്കുന്നതിനെ മാത്രം കൂട്ടിക്കെട്ടിയിട്ട് നിൽക്കണ്ട. ദുൽഹിജ്ജ 1 മുതൽ തന്നെ നോമ്പ് നോറ്റ ആളുകളുണ്ട്. സന്തോഷം. ചില ആളുകൾക്ക് അസ്വസ്ഥരാണ്.
ഞങ്ങളവിടെ അറഫയിൽ ആളുകൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസമല്ലേ ഞങ്ങൾ നോമ്പെടുക്കുന്ന അറഫയിൽ നിൽക്കുന്ന ദിവസമല്ലല്ലോ, ഒരു പ്രശ്നവും അതിൽ വേണ്ട. എവിടെയാണോ നമ്മുടെ ദുൽഹിജ്ജ 9 അതാണ് നമ്മുടെ അറഫ. ഇമാം തിർമിദി റിപ്പോർട്ട് ഒരു ഹദീസിൽ കാണാം, പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ലത് അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ്. ഞാനും മുൻകാല പ്രവാചകരും പറഞ്ഞതിൽ ഏറ്റവും നല്ലത് അല്ലാഹു അക്ബർ എന്നുള്ള വാക്കാണ്. അവന് പങ്കുകാരില്ല, അവനാണ് സ്തുതി, അവൻ സർവശക്തനാണ് എന്ന വാക്കുകളാണ്. ഈ ഒരു അറഫയിൽ വെച്ചിട്ടാണ് ഈ ആളുകൾ മുഴുവനും ഈ പ്രാർത്ഥന നടത്തുന്നത്. എന്തായിരിക്കും ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? ഒരൊറ്റ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പടച്ച റബ്ബിനോടുള്ള ആവശ്യം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകണേ, എല്ലാ അസുഖങ്ങളും സന്തോഷങ്ങളിലേക്ക് വഴിമാറ്റിത്തരണേ. അറഫാ ദിനത്തിലും ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടി നടക്കുന്നൊരു ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു യാചകനെ കണ്ടപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞത്രേ, ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ പറഞ്ഞു അത്രേ, അല്ല മനുഷ്യ, ഇന്ന് നീ അള്ളാഹുവിനോടല്ലാതെ ജനങ്ങളോട് യാചിക്കുകയാണോ? കഷ്ടം തന്നെയാണ്. ഹജ്ജിന് വരുന്ന ആളുകളോട് യാചിച്ചുകൊണ്ട് പണം പിടുങ്ങാൻ നടക്കുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യനൊന്ന് പടച്ച റബ്ബിനോടൊന്ന് യാചിച്ചിരുന്നെങ്കിൽ അയാളെ കോടീശ്വരനാക്കുമായിരുന്നു. ഏതായാലും ഒരുപാട് പ്രാധാന്യമുള്ള ദിവസം ഇന്നത്തെ ഈ രാവിലെ എന്തുമാത്രം ആളുകളാണ് വരുന്നത്, എന്തുമാത്രം ആളുകളാണ് സന്തോഷം കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥനയോടെ കണ്ണീരോടെ തിരികെ പോകുന്നത്. അവർ മുഴുവനും ഇനി മുസ്ദലിഫയിലേക്കാണ്. ഒരാഗോള മുസ്ലിമീങ്ങളുടെ സംഗമം തന്നെയാണ് ഈ അറഫ എന്ന് പറയുന്നത്. ലോകത്ത് മറ്റേത് മതങ്ങൾക്കുണ്ട് അവകാശപ്പെടാനുണ്ട് ഇത്രയും വലിയ ഒരു ക്രൗഡാകുന്ന ഒരു ആരാധന. അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ യാതൊരു വ്യത്യാസങ്ങളുമില്ല. ഇസ്ലാമിക അധ്യാപനങ്ങൾ തന്നെ വളരെ ലളിതമാണ്. അള്ളാഹു നിർമ്മിച്ച അവൻ്റെ ആരാധനാ കേന്ദ്രമായ വിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത്രേ, ഓ ഇബ്രാഹിം, ജനഹസ്രങ്ങളെ മുഴുവനും നീ ഈ പുണ്യഗേഹത്തിലേക്ക് ക്ഷണിച്ച് വിളംബരം ചെയ്യൂ. അപ്പോൾ എങ്ങനെയാണ് നാഥാ ഞാൻ മുഴുവൻ ആളുകളെയും എൻ്റെ വിളി കേൾക്കുക എന്ന് ഇബ്രാഹിം നബിയുടെ ചോദ്യം തികച്ചും ന്യായമായിരുന്നു. കാരണം മരുഭൂമിയാണെങ്കിൽ വെറും മണൽക്കാടുകളും മരുപ്പച്ചകളും അടങ്ങുന്ന വിജനമായ സ്ഥലം, പിന്നെ ഒരു മനുഷ്യൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് വിളിച്ചാൽ ലോകത്തെ ജനങ്ങൾ എങ്ങനെ തൻ്റെ വിളി കേൾക്കും? നിങ്ങൾ വിളിച്ചാൽ മതി, കേൾപ്പിക്കുന്നത് അല്ലാഹുവല്ലേ. ആ വിളിക്കുത്തരം നൽകിയ ആളുകളാണ് ഐശ്വര്യയിൽ നിന്നാണെങ്കിലും ഇവിടേക്ക് വരുന്നത്. സന്തോഷകരമായ കാഴ്ച, ഇബ്രാഹിമിയായ വിളിക്ക് ഉത്തരം നൽകിയ ആളുകൾ ഇവിടേക്ക് എത്തുകയായി. അള്ളാഹു അവരുടേതുപോലെ നമുക്കും മഖബൂലായിട്ട് ഹജ്ജ് ചെയ്യാനുള്ള ഒരവസരം അള്ളാഹു നൽകട്ടെ. ഞാനൊക്കെ ഈ ഒരു മനസ്സുകൊണ്ട് ഈ ഒരു അറഫ മൈതാനിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇനി ഇൻഷാ അല്ലാ മുസ്ദലിഫയിലേക്ക് നീങ്ങണം. ഇനി നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന മുസ്ദലിഫയിലേക്കുള്ള യാത്രയാണ്. ഇൻഷാ അല്ലാ ഈ മുസ്ദലിഫയിലേക്ക് നമ്മളെല്ലാം മനസ്സുകൊണ്ട് പറയുക, ഇനി ഞങ്ങൾ അറഫ സംഗമം കഴിഞ്ഞു, അവിടുത്തെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞു, അസുറും ലുഹറും നമസ്കരിച്ചു, ഇനി മഗ്രിബോടുകൂടി ഞങ്ങൾ പോകുന്നു മുസ്ദലിഫയിലേക്ക്, ഇടത്താവളത്തിലേക്ക്. ഇനി നാളെയാണ് ഹജ്ജിൻ്റെ പ്രധാന ചടങ്ങുകൾ ബാക്കിയുള്ളത്. അവിടെ ചെന്ന് മുസ്ദലിഫയിൽ ചെന്ന് രാപ്പാർക്കൽ കഴിഞ്ഞ് തവാഫ് ചെയ്ത്, അതേപോലെ ബലിയർക്കലുണ്ട്, മുടികളയലുണ്ട്, ഇങ്ങനെ ഹജ്ജിൻ്റെ അർദ്ധവിരാമമാണ് നാളെ. എല്ലാം കൊണ്ടും തിരക്കേറിയ, ഏറ്റവും കൂടുതൽ നടക്കേണ്ടുന്നൊരു ദിവസം കൂടിയാണ് നാളെ. ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ഒരു സമയമാണ് നാളെ. അതേപോലെ കനത്ത ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് കിലോമീറ്ററുകളോളം നടന്നും ട്രെയിനിൽ വന്നും ബസ്സിൽ വന്നും ആളുകൾ ഈ അറഫയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാം കമൻറ്റ് ചെയ്യണം. മുസ്ദലിഫയിലേക്കും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇനി നമുക്ക് നാളെ മുസ്ദലിഫയെക്കുറിച്ച് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ഹജ്ജ് വിശേഷമായി വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.